അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? പടച്ചോ നമുക്കിത് തൗഫീഖ് എത്രയാണ്. ഈ റജബിൽ ഇതുപോലെ സംഗമിക്കാൻ പറ്റിയല്ലോ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. റമളാനിന് മുമ്പ് ഞങ്ങളെ റൂഹ നീ പിടിക്കല്ലേ അല്ലാ. മനസ്സറിഞ്ഞുകൊണ്ട് 3 ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേകിച്ച് പുണ്യ റജബിലെ രാത്രികളിൽ, രാവുകളിൽ, പകലുകളിൽ ചൊല്ലേണ്ട മനോഹരമായ ദിക്റുകൾ, ദുആകൾ ചൊല്ലിയിട്ട് നമുക്കൊന്ന് ദ്വാരക്കണം. നമ്മുടെ ജീവിതം മാറിമറിയണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. അപ്പോൾ ദിക്ർ ദുആകളിലേക്ക് കടക്കാം. നമുക്ക് ഒരുമിച്ച് ചൊല്ലാലോ. അള്ളാഹു ഏത് ലക്ഷ്യത്തിലാണോ നമ്മൾ പങ്കെടുക്കുന്നത് ആ ലക്ഷ്യം പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. ഒറ്റ രാത്രി കൊണ്ട് ഒരു സ്വഹാബിയെ കോടീശ്വരനാക്കിയ ഒരു ദിക്റുണ്ട്. ആ ദിക്റിനെ കുറിച്ച് അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അത് സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടൊരു നിധിയാണ്. കൻസും മിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിലെ നിധികളിൽപ്പെട്ടൊരു നിധിയാണ്. 99 രോഗങ്ങൾക്ക് മരുന്നാണ്. അപ്പോൾ സ്വർഗത്തിലെ നിധിയാണ്, മാരക രോഗങ്ങൾക്ക് പോലും ശമനമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മളെ കോടീശ്വരനാക്കുന്ന ദിക്റാണ്. പക്ഷേ ഇന്ന് നമ്മൾ പറഞ്ഞു ചൊല്ലേണ്ടതുപോലെ നമ്മൾ ചൊല്ലണം. ഏതാണ് ദിക്ർ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇല്ലാ ബില്ലാഹ്, ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്നും ചേർക്കാം. എത്ര വലിയ പ്രയാസത്തിൽ നമ്മൾ പെട്ടുകിടക്കുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് കൈപിടിക്കുന്ന ദിക്ർ, അത്ര വലിയ അതിമനോഹരമായ അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്റാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത് ചൊല്ലാൻ തൗഫീഖ് ചെയ്യട്ടെ. മനസ്സറിഞ്ഞ് 33 കൂടുതലൊന്നും വേണ്ട, ഒരു 33 തവണ നമുക്കൊന്ന് ചൊല്ലിയാലോ? റെഡിയല്ലേ നിങ്ങൾ? എന്ത് പ്രയാസമുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ അങ്ങ് മാറ്റി നിർത്തണം. അള്ളാഹ്ക്ക് വേണ്ടി ചൊല്ലുന്നു എന്നുള്ള ബോധ്യത്തിൽ, എൻ്റെ റബ്ബിന് വേണ്ടി. ഞാൻ ഒന്നിനും പറ്റാത്തവനാണ്, എൻ്റെ റബ്ബ് എല്ലാത്തിനും കഴിയുന്നവനാണ്, ഞാൻ വിധേയനായ അല്ലെങ്കിൽ വിധേയനായ ഒരു അടിമയാണ്. ആ ബോധ്യത്തിൽ മനസ്സറിഞ്ഞ് ചൊല്ലിക്കേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മളെല്ലാ സങ്കടങ്ങളും അകറ്റി റാഹത്തായ ജീവിതം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. എത്ര വലിയ പ്രതിസന്ധിയിൽ നമ്മൾ പെട്ടുകിടക്കുന്നുണ്ടെങ്കിലും അള്ളാഹു കാവൽ തരട്ടെ. സാമ്പത്തികമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്,
ചൊല്ലിയ ദിക്റിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു ആ പ്രയാസങ്ങളൊക്കെ നീക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കിനി അസ്മാ ഉൽ ഹുസ്ന ഒന്ന് ചൊല്ലണം, ഇല്ലേ? അള്ളാഹുവിൻ്റെ വിശിഷ്ടനാമങ്ങൾ, ശേഷം മുത്തനബിതങ്ങളുടെ ഒരു മനോഹര ബൈത്തും ചൊല്ലി നമുക്ക് വേഗം ദുആയിലേക്ക് കടക്കണം. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. യാ അല്ലാഹ് യാ റഹ്മാനു യാ അല്ലാഹ് യാ റഹീമു യാ അല്ലാഹ് യാ മലികു യാ അല്ലാഹ് യാ ഖുദ്ദൂസ് യാ അല്ലാഹ് യാ സലാമു യാ അല്ലാഹ് യാ മുഅ്മിനു യാ അല്ലാഹ് യാ മുഹൈമിനു യാ അല്ലാഹ് യാ അസീസു യാ അല്ലാഹ് യാ ജബ്ബാറു യാ അല്ലാഹ് യാ മുതകബ്ബിറു യാ അല്ലാഹ് യാ ഖാലിഖു യാ അല്ലാഹ് യാ ബാരിഉ യാ അല്ലാഹ് യാ മുസവ്വിറു യാ അല്ലാഹ് യാ ഗഫാറു യാ അല്ലാഹ് യാ ഖഹാറു യാ അല്ലാഹ് യാ വഹാബു യാ അല്ലാഹ് യാ റസ്സാഖു യാ അല്ലാഹ് യാ ഫത്താഹു യാ അല്ലാഹ് യാ അലീമു യാ അല്ലാഹ് യാ ഖാബിദു യാ അല്ലാഹ് യാ ബാസിതു യാ അല്ലാഹ് യാ ഖാഫിദു യാ അല്ലാഹ് യാ റാഫിഉ യാ അല്ലാഹ് യാ മുഇസ്സു യാ അല്ലാഹ് യാ മുദില്ലു യാ അല്ലാഹ് യാ സമീഉ യാ അല്ലാഹ് യാ ബസീറു യാ അല്ലാഹ് യാ ഹകമു യാ അല്ലാഹ് യാ അദ്ലു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ഖബീറു യാ അല്ലാഹ് യാ ഹലീമു യാ അല്ലാഹ് യാ അളീമു യാ അല്ലാഹ് യാ ഗഫൂറു യാ അല്ലാഹ് യാ ശകൂറു യാ അല്ലാഹ് യാ അലിയു യാ അല്ലാഹ് യാ കബീറു യാ അല്ലാഹ് യാ ഹഫീദു യാ അല്ലാഹ് യാ മുഖീതു യാ അല്ലാഹ് യാ ഹസീബു യാ അല്ലാഹ് യാ ജലീലു യാ അല്ലാഹ് യാ കരീമു യാ അല്ലാഹ് യാ റഖീബു യാ അല്ലാഹ് യാ മുജീബു യാ അല്ലാഹ് യാ വാസിഉ യാ അല്ലാഹ് യാ ഹകീമു യാ അല്ലാഹ് യാ വദൂദു യാ അല്ലാഹ് യാ മജീദു യാ അല്ലാഹ് യാ ബാഇസു യാ അല്ലാഹ് യാ ഷഹീദു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ വകീലു യാ അല്ലാഹ് യാ ഖവിയ്യു യാ അല്ലാഹ് യാ മതീനു യാ അല്ലാഹ് യാ വലിയ്യു യാ അല്ലാഹ് യാ ഹമീദു യാ അല്ലാഹ് യാ മുഹ്സി യാ അല്ലാഹ് യാ മുബ്ദിഉ യാ അല്ലാഹ് യാ മുഈദു യാ അല്ലാഹ് യാ മുഹ്യി യാ അല്ലാഹ് യാ മുമീതു യാ അല്ലാഹ് യാ ഹയ്യു യാ അല്ലാഹ് യാ ഖയ്യൂമു യാ അല്ലാഹ് യാ വാജിദു യാ അല്ലാഹ് യാ മാജിദു യാ അല്ലാഹ് യാ വാഹിദു യാ അല്ലാഹ് യാ അഹദു യാ അല്ലാഹ് യാ സമദു യാ അല്ലാഹ് യാ ഖാദിറു യാ അല്ലാഹ് യാ മുഖ്തദിറു യാ അല്ലാഹ് യാ മുഖദ്ദിമു യാ അല്ലാഹ് യാ മുഅഖിറു യാ അല്ലാഹ് യാ അവ്വലു യാ അല്ലാഹ് യാ ആഖിറു യാ അല്ലാഹ് യാ ളാഹിറു യാ അല്ലാഹ് യാ ബാത്തിനു യാ അല്ലാഹ് യാ വാലി യാ അല്ലാഹ് യാ മുതആലി യാ അല്ലാഹ് യാ ബർറു യാ അല്ലാഹ് യാ തവ്വാബു യാ അല്ലാഹ് യാ മുൻതഖിമു യാ അല്ലാഹ് യാ അഫ്വു യാ അല്ലാഹ് യാ റഊഫ് യാ അല്ലാഹ് യാ മാലികൽ മുൽക്ക് യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ അല്ലാഹ് യാ മുഖ്സിതു യാ അല്ലാഹ് يا جامع يا الله يا غني يا الله
يا مغني يا الله يا مانع يا الله يا ضار يا الله يا نافع يا الله يا نور يا الله يا هادي يا الله يا بديع يا الله يا باقي يا الله يا وارث يا الله يا رشيد يا الله يا صبور يا الله الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ സങ്കടങ്ങളിൽ നിന്നും അള്ളാഹു കാവൽ നൽകട്ടെ. അള്ളാഹനെ പ്രണയിക്കാനുള്ള തൗഫീക്ക് നൽകി പടച്ചോൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഏറ്റവും വിശിഷ്ടമായ യാ അക്രമ ബൈത്തൊന്ന് നമുക്ക് ചൊല്ലണം. യാ അക്രമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹദീസിൽ ആമീമി مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ولن يضيق رسول الله جاهك بي إذا الكريم لا باسم منتقم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم فإن من جودك دنيا وضرتها ومن علومك علم اللوح والقلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا نفس لا تقنطي من زلة عظمت إن الكبائر في الغفران كالأمام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم لعل رحمة ربي حين يقسمها تأتي على حسب العصيان في القسم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي واجعل رجائي غير منعكس لديك واجعل حسابي غير منخرم جل مولاي صل وسلم على حبيبك خير الخلق كلهم والتف بعبدك في دارين إن له صبرا متى تدعو الأهوال ينهزمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم
وأذن لصحبي صلاة منك دائمة على النبي بمنهل ومنسجم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم والآل والصحب ثم التابعين لهم أهل التقى والنقى والحلم والكرم جل مولاي على حبيبك خير الخلق كلهم ما رنحت عذبت الباني ريح صبا وأطرب العيسى حد العيس بالنعم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي صلي وسلم دائما أبدا على حبيبي سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم പുണ്യ റജബ് നമുക്ക് അനുകൂലമാകാൻ ഈ ദിക്റുകൾ കൊണ്ട് അള്ളാഹു സാധിപ്പിച്ച് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മനോഹരമായ സ്വലാത്താണ് കമാലിയ, സ്വലാത്തുൽ കമാലിയ. പരിപൂർണമായ ഒരു സ്വലാത്ത് തന്നെയാണ്. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും നീങ്ങാൻ അതിൽ മരുന്നുണ്ട് എന്നാണ്. മുത്തുനബി തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള സ്വലാത്താണ്. അള്ളാഹു ചൊല്ലാൻ തൗഫീഖ് നൽകട്ടെ. 11 തവണ എന്നോടൊപ്പം ചൊല്ലാം. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله.
اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. اللهم صل وسلم وبارك على سيدنا محمد وعلى آله عدد كمال الله وكما يليق بكماله. അർഹമുർറാഹിമായ റബ്ബ് ഈ സദസ്സ് പരിപൂർണമായി കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ നമുക്ക് ചെറിയൊരു ദുആ, വലിയ ദുആ എന്നല്ല, ചെറിയൊരു ദുആ എല്ലാവരും ഹൃദ്യമായ ആമീൻ പറയും. ഒരുപാട് പ്രയാസങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. എത്രയോ ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുള്ളത്. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ചൊല്ലിയതും പറഞ്ഞതും കേട്ടതും നീ സ്വീകരിക്കണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. ഒരുപാട് ആഗ്രഹങ്ങളുമായി സദസ്സിലേക്ക് എത്തിയവരാണ്. എല്ലാ മുറാദുകളും നിനക്കറിയാമല്ലോ റബ്ബേ. നീ ഹാസിലാക്കണേ അല്ലാ. നീ കൈവെടിയല്ലേ നാദാ. നീ ഞങ്ങളെ വലിച്ചെറിയല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണേ അല്ലാ. ഐക്യം നിലനിർത്തണേ അല്ലാ. പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാ. മദ്രസകളിലും സ്കൂളുകളിലും മറ്റു മേഖലകളിലെല്ലാം എക്സാമുകൾ എഴുതുന്നവരുണ്ട്, PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി ഏതെല്ലാം എക്സാമുകളുമായി ബന്ധപ്പെടുന്നുണ്ടോ എല്ലാവർക്കും നീ ഉന്നത വിജയം നൽകണേ അല്ലാ. യാ റബ്ബന, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ശോഭനമായ ഭാവി നൽകണേ അല്ലാ. മക്കളില്ലാത്തവരുടെ കണ്ണുനീർ നീ തുടയ്ക്കണേ അല്ലാ. ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ. അതുപോലെ സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഒരു ഉമ്മ നാളെ ഉംറക്ക് പോവുകയാണെന്ന് അറിയിച്ചിട്ടുണ്ട് അല്ലാഹുവേ. അവരുടെ യാത്രയിലുടനീളം നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. പരിപൂർണമായി അമലുകൾ ചെയ്ത് ഞങ്ങളിലേക്ക് തിരിച്ചെത്താൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്കും വിദൂരമല്ലാത്ത ഭാവിയിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്തും ചെയ്യാൻ നീ പലയാവർത്തി തൗഫീഖ് നൽകണേ അല്ലാ. നീ തൗഫീഖ് നൽകണേ അല്ലാ. യാ റബ്ബന യാ റബ്ബന, കടം കൊണ്ട് വലയുന്നവരുടെ കടങ്ങളെല്ലാം വീട്ടണേ അല്ലാ. ദാരിദ്ര്യം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. തൊഴിലുകളിൽ ബറക്കത്ത്
ബറക്കത്ത് ചൊരിയണേ അല്ലാ. നീ കൈവെടിയല്ലേ അല്ലാ. നിന്റെ ഖജനാവ് വിശാലമാണല്ലോ അല്ലാ. പ്രവാസികളുണ്ട്, ബറക്കത്ത് ചൊരിയണേ അല്ലാ. യാ റബ്ബന, പടച്ചവനെ എത്രയോ അസുഖബാധിതരുണ്ട്, ക്യാൻസർ ബാധിച്ചവർ, ട്യൂമർ ബാധിച്ചവർ, പടച്ചവനെ വല്ലാത്ത അവസ്ഥയിലാണ്. എല്ലാവർക്കും പരിപൂർണ സൗഖ്യം നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. ഏത് ഡോക്ടർ മരുന്നില്ലെന്നു പറഞ്ഞാലും എല്ലാ സയൻസുകളെയും പടച്ച ജഗന്നിയന്താവായ അല്ലാ, നിന്റെ അടുക്കൽ മരുന്നില്ലാത്ത രോഗമില്ലല്ലോ അല്ലാ. നീ കൈവെടിയല്ലേ തമ്പുരാനേ. മാറാ രോഗങ്ങളെ തരല്ലേ അല്ലാ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം കൊടുക്കണേ അല്ലാ. എത്രയോ പെണ്ണ് കണ്ടിട്ടും വിവാഹം ഉറക്കുന്നില്ല, അതുപോലെ തന്നെ പലവിധ ആലോചനകൾ വന്നിട്ടും വിവാഹം നടക്കുന്നില്ലെന്ന് പറഞ്ഞവർ, അല്ലാഹുവേ എല്ലാവരുടെയും ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. ഉറപ്പിച്ചവർക്ക് ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അവരുടെ എല്ലാം കബറിടങ്ങളിലേക്ക് ദിക്റിന്റെ മിസ്ൽ സവാബ് എത്തിച്ച് നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. നിന്റെ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു മരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ. കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. നീ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ സബാഹുൽ ഖൈർ സദസ്സ്, അതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അതിൽ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഓർക്കുക, എല്ലാ ദിവസവും രാവിലെ 6 മണിക്കാണ് സബാഹുൽ ഖൈർ. 15-20 മിനിറ്റൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. ആ സദസ്സിൽ പങ്കെടുത്ത് അറിവ് നേടുക. ആ ഒരു സുന്ദരമായ സദസ്സിൽ പങ്കെടുത്തതിൻ്റെ ഊർജ്ജം ഒരുപാട് ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ മജ്ലിസുകളിലെല്ലാം അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.